സ്വർണ്ണക്കടത്ത് പശ്ചാത്തലമാക്കി കഥ പറയുന്ന ഗാങ്സ്റ്റർ ആക്ഷൻ ഡ്രാമയാണ് ഖലീഫ. ആക്ഷൻ പടങ്ങൾ തരുന്ന തിയേറ്റർ വൈബ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർക്ക് ഒരു തവണ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന പടമാണ്. 3-ലധികം നല്ല ആക്ഷൻ സീക്വൻസുകളുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായിട്ട് നല്ല കാർ ചേസ് രംഗങ്ങളുണ്ട്. തിയേറ്ററിൽ വറുത്തുവാച്ച് സാധ്യതയുള്ള ഗംഭീര സ്കോറുണ്ട്. പക്ഷേ മലയാള സിനിമ കഥ പറച്ചിലിലും കാഴ്ചപ്പാടിലും ഏറെ മാറിയ ഈ കാലത്ത് നിന്ന് പരിശോധിക്കുമ്പോൾ അങ്ങനെ പുറംമൂടിയിലെ ഭംഗി മാത്രം കൊണ്ടൊരു സിനിമയെ നല്ലതെന്ന് പറയാനാവില്ലല്ലോ. വർഷങ്ങൾ പഴക്കം തോന്നിക്കുന്ന കഥയും കഥാപാത്ര പരിചരണവും സീനുകളുമാണ് ഖലീഫ എന്ന സിനിമയുടെ പ്രധാന പ്രശ്നം. നല്ലൊരു റൊമാൻസിനൊക്കെ സാധ്യതയുണ്ടായിരുന്ന ഒരു പ്ലോട്ടാണ്. അവിടെ നിന്ന് വളരെ ദുർബലമായൊരു പ്രപ്പോസൽ സീനും അതിലും ദുർബലമായൊരു സ്ത്രീ കഥാപാത്രത്തെയും കൊടുത്ത് ആമിറിനെ പ്രേമിക്കാനുള്ള സകല സാധ്യതകളും നശിപ്പിക്കുകയാണ് വൈശാഖ് ആദ്യ പകുതിയിൽ. യാതൊരു വ്യക്തിത്വവുമില്ലാത്ത ഡമ്മി ക്യാരക്ടറാണ് ആമിറിൻ്റെ പേരായി വരുന്ന ഫിസയുടേത്. അതുപോലെ തന്നെ മോഹിനിയുടെ ഉമ്മവേഷം ഒരു ടിപ്പിക്കൽ ഉമ്മയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ആമിറിൻ്റെ ഉപ്പയുടെ റോള് രഞ്ജി പണിക്കർ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് തോന്നി. എങ്കിലും ചില ഡയലോഗുകളിൽ ചില വാക്കുകൾ കടന്നു വരുന്നുണ്ട്. അത് മലപ്പുറം കണ്ണൂർ സൈഡിലേക്കുള്ള മുസ്ലിങ്ങൾ പ്രയോഗിക്കാൻ സാധ്യതയില്ലാത്തതായിട്ടും തോന്നി. പൃഥ്വിയുടെ കല്യാണത്തിന് മുൻപുള്ള കാലത്ത് ചെറുപ്പം തോന്നിപ്പിക്കാൻ വേണ്ടി കോസ്റ്റ്യൂമിലും സ്റ്റൈലിങ്ങിലും ഒക്കെ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതത്ര വർക്കായിട്ടില്ല. പക്ഷേ സിനിമയിലുടനീളം പൃഥ്വിരാജിനെ കാണാൻ നല്ല രസമാണ്. കഥയിലും തിരക്കഥയിലും മറ്റ് സീൻ ക്രിയേഷനിലും ഒക്കെ ഒരുപാട് പോരായ്മകളുണ്ടെങ്കിലും സിനിമയെ എലിവേറ്റ് ചെയ്ത് നിർത്തുന്നത് ജെയ്ക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതമാണ്. സിനിമയുടെ തിയേറ്റർ ഫീല് രൂപപ്പെടുന്നതിൽ ഈ BGMന് നിർണായക പങ്കുണ്ട്. ആക്ഷൻ ആണെങ്കിലും ഇമോഷൻ സീനാണെങ്കിലും റൊമാൻസ് ആണെങ്കിലും ഓരോ സീനിൻ്റെയും സ്വഭാവത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വ്യത്യസ്തമായ രീതിയിൽ സംഗീതം ഉപയോഗിക്കാൻ ജെയ്ക്സ് ബിജോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്കോറിൽ മാത്രമല്ല, പാട്ടിലും. സിനിമ പുറത്തിറങ്ങുന്നതിന് മുൻപ് അസലായവളെ എന്ന പാട്ടിന് ലഭിച്ചൊരു പ്രത്യേക ഫീൽ ഉണ്ടായിരുന്നു. എന്നാൽ സിനിമയ്ക്കുള്ളിലേക്ക് ആ ഗാനം വന്നപ്പോൾ അതേ തരത്തിലുള്ള ഒരു അനുഭവം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം ആ പശ്ചാത്തലം ക്രിയേറ്റ് ചെയ്തതിൽ ഒരു പോരായ്മയാണ്. ആമിർ അലിയുടെ ഫാമിലി ബോണ്ട് കഥയിലൊരു പ്രധാന ഘടകമാവുമ്പോഴും അതിലെ പ്രധാന ഭാഗങ്ങളായ മറ്റ് ബന്ധങ്ങളുണ്ടല്ലോ, ഭാര്യ, മകൻ, അവരുമായിട്ടുള്ള ഇമോഷണൽ റൈറ്റിംഗ് അത് വളരെ വീക്കാണ്. ഇതിലെല്ലാം അപ്പുറത്ത് മാമ്പ്രക്കൽ അഹമ്മദ് അലി എന്ന മോഹൻലാലിൻ്റെ ലെഗസി ഉള്ളൊരു ഹിസ്റ്ററിയൊക്കെ ആയിട്ട് സിനിമയുടെ ഗാങ്സ്റ്റർ സെറ്റപ്പ് വലിയ രീതിയിൽ പ്ലേസ് ചെയ്യാൻ വൈശാഖിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ സ്വർണ്ണക്കടത്തിൻ്റെ വിവിധ ടെക്നിക്കുകൾ, മാസ് രംഗങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും അതിലൊന്നും വലിയ ഹൈ തരാൻ സിനിമയ്ക്ക് ആവുന്നില്ല. നമുക്കറിയാത്ത, നമ്മൾ കേൾക്കാത്ത പുതിയ ടെക്നിക്കൊന്നും ആമിർ അലിക്ക് പരീക്ഷിക്കാനില്ലായിരുന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊരു ലൈനാണ്. അടിസ്ഥാനപരമായിട്ട് ഇതൊരു റിവെഞ്ച് ഗാങ്സ്റ്റർ സിനിമയാണ്. ആ ഗാങ്സ്റ്റർ ലോകവും ആക്ഷനും അവതരണ രീതിയും ചേർന്നാണ് സിനിമയുടെ പ്രധാന തിയേറ്റർ വാല്യൂ രൂപപ്പെടുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു ഗാങ്സ്റ്റർ സിനിമയായിട്ടും ഇവനാണ് യഥാർത്ഥ വില്ലൻ, നായകനൊടുവിൽ ഈ കഥാപാത്രത്തോടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നൊരു ശക്തമായ ത്രെഡ് ഫീലിംഗ് ഒന്നും പൂർണ്ണമായി സൃഷ്ടിക്കാൻ സിനിമയിൽ ഒരു പോയിന്റിലും വില്ലന് കഴിയുന്നില്ല. ഷമ്മി തിലകൻ്റെ വില്ലൻ കഥാപാത്രം നല്ല പ്രകടനമാണ്. ചെറിയ എക്സ്പ്രഷൻസിലൂടെയും ജസ്റ്റേഴ്സിലൂടെയും ഒക്കെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രീതി ശ്രദ്ധേയമാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ തിലകൻ സാറിനെ ഓർമ്മിപ്പിക്കുന്ന രൂപഭാവവും പ്രകടനവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ പറയാനൊന്നുമില്ല. പക്ഷേ പ്രശ്നം അദ്ദേഹത്തിൻ്റെ പോലും കഥാപാത്രത്തിൻ്റെ എഴുത്തിലാണ്. ലേബർ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടാണ് ഷമ്മി തിലകൻ്റെ കഥാപാത്രം വരുന്നത്. കണ്ണൂരും കോഴിക്കോട് കൊടുവള്ളി പ്രദേശവും ഒക്കെ ആയിട്ട് പണ്ട് കേസുകളിൽ വന്നും വാർത്തകളിൽ വന്നും നമ്മൾ കണ്ടിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസുകളെയൊക്കെ റെഫറൻസായി എടുത്തു വെച്ചിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു കഥാപാത്രവും കഥയും ഒക്കെയാണ് സിനിമയുടേത്. അതുപോലെ തന്നെ ഹാരിസ് മുഹമ്മദ് എന്ന മറ്റൊരു വില്ലൻ ക്യാരക്ടറും സിനിമയിലുണ്ട്. ആ കഥാപാത്രത്തിനും പ്രേക്ഷകന്റെ മുന്നിൽ ഒരു ശക്തമായ ത്രെറ്റായിട്ട് മാറാൻ കഴിയുന്നില്ല. മലയാളം അറിയാത്തവരെ കൊണ്ട് മലയാളം സംസാരിപ്പിക്കുന്നു എന്നതും വലിയ പോരായ്മയായിട്ട് പല കഥാപാത്രങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. മാമ്പ്രക്കൽ അഹമ്മദ് അലിയായിട്ട് മോഹൻലാൽ എത്തുമ്പോൾ ആ കാത്തിരിപ്പ് ഒരു പരിധി വരെ പേ ഓഫ് ചെയ്യുന്നുണ്ട്. സിനിമയുടെ അവസാന ഘട്ടത്തിലാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് സാറ്റിസ്ഫൈങ് ആണ്. നല്ലൊരു ഗെറ്റപ്പിലാണ് മോഹൻലാലിനെ വൈശാഖ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു നീണ്ട ഡയലോഗും സ്ലോ മോഷൻ നടത്തവും കൊണ്ട് ആ ക്യാമിയോ അവിടെ അവസാനിക്കും. മോഹൻലാലിനെ കൂടാതെ മറ്റ് 2 പ്രമുഖ താരങ്ങളും കൂടി ക്ലൈമാക്സിൽ വരുന്നുണ്ട്. ഇടയിൽ വന്ന അതിലൊരു അപ്രതീക്ഷിത ക്യാമിയോയ്ക്കാണ് തിയേറ്ററിൽ കയ്യടി വീണത്. മിനിറ്റുകൾ മാത്രമുള്ളെങ്കിലും അത് നന്നായി വന്നിട്ടുണ്ട്. ഒരു വലിയ സ്ക്രീനിൽ കാണേണ്ട ഓവർ ദി ടോപ്പ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ മികച്ച BGM, ഫൈറ്റ്, കാർ ചേസസ്, പൃഥ്വിരാജിൻ്റെ സ്ക്രീൻ പ്രസൻസ്, മാസ് മൊമെൻറ്റ്സ് എന്നിവയിലൂടെ സിനിമ നിങ്ങൾക്കൊരു പരിധിവരെ നല്ലൊരു ആസ്വാദനം സാധ്യമാക്കിയേക്കാം. കഥ, തിരക്കഥ, ക്യാരക്ടർ ആർക്ക് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായും നിരാശ തോന്നിയേക്കാം.